ചില സ്കൂളുകളിൽ 2 സ്നാക്ക് ടൈം ഉണ്ട്. പക്ഷേ ഈ സ്നാക്ക് ടൈമിൽ മിക്ക പാരന്റ്സും കൊടുത്തു വിടാറുള്ളത് ക്രീം ബിസ്ക്കറ്റ്, പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ചില കേക്കുകൾ, അതുപോലെ ജ്യൂസസ് ആണെന്ന് നമ്മളോട് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കാണിച്ചു തരുന്ന കവിൻസ്, ഫ്രൂട്ടി, പോലത്തെ ഇതിലൊക്കെയുള്ള പാക്കഡ് ആയിട്ടുള്ള ഐറ്റംസിന്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ആഡഡ് ഷുഗർ എന്നൊരു കാര്യം കാണാം. ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഒരു സ്പൂൺ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ഗ്രാമോളാണ്. നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഈ സമയത്ത് പാരന്റ്സ് ക്ലാസ്സിലെല്ലാ കുട്ടികളും കൊടുത്തുവിടാൻ ദുബായിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല വലിയ വലിയ ചോക്ലേറ്റ്സ് ആണ്. സോ ഇത്തരത്തിലുള്ള ചോക്ലേറ്റിലൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു 10 സ്പൂൺ പഞ്ചസാര ഒരുമിച്ച് കഴിക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരു കുട്ടി രാവിലെ തൊട്ട് രാത്രി വരെ ഇത്തരത്തിലുള്ള മധുരം ഒരുപാട് കാലങ്ങളോളം കഴിക്കുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മധുരത്തിന്റെ ഒരു പ്രത്യേകത, ഷുഗർ ഈസ് എ സൈലന്റ് കില്ലർ. അത് മാത്രമല്ല, നമ്മൾ ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ പോലെ ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മധുരം. അതായത് നമ്മൾ കുട്ടിക്കാലം തൊട്ട് തന്നെ കഴിച്ച് ശീലമാക്കുന്ന ഒരാൾക്ക് പിന്നെ മധുരം ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോ ഇങ്ങനെ വരുന്ന മധുരം ശരീരത്തിൽ കൂടുതലായിട്ട് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്. ഇൻസുലിനാണ് നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയെ നമ്മൾ ബ്ലഡിൽ നോർമലാക്കുന്നത്. സോ ഇൻസുലിൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഇങ്ങനെ ഉപയോഗിച്ച് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ റിസർവ് തീരും. അതോടുകൂടി അത്തരത്തിലുള്ള കുട്ടികൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് എന്നൊരവസ്ഥ നേരത്തെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത റീസെന്റ് ഒരുപാട് കണ്ടുവരുന്നുമുണ്ട്. കാരണം പണ്ടൊക്കെ ഒരു 45-50 വയസ്സിന് ശേഷം കാണാറുള്ള ഇത്തരത്തിലുള്ള ടൈപ്പ് 2 ഡയബറ്റീസ്, ഫാറ്റ് ലിവർ പോലത്തുള്ള ലൈഫ് സ്റ്റൈൽ അസുഖങ്ങള് കുട്ടികൾക്ക് നേരത്തെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇതുകൂടി ഉദ്ദേശിച്ചാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള അവയർനെസ്സിനെ കുറിച്ച് സ്കൂളുകളിലും പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പം തൊട്ട് തന്നെ കുട്ടികളിൽ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചും ഹെൽത്തി ഫുഡ് രീതികളെ കുറിച്ചും ശീലമാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നല്ലൊരു ഹെൽത്തി ജനറേഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ.